തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ട വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബം. MLA T സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യങ്ങളും ഇതുവരെ നടന്നിട്ടില്ലെന്ന് NM വിജയന്റെ മരണത്തിൽ അന്വേഷണം നടത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. വാക്കു പറഞ്ഞവർക്ക് പാലിക്കാൻ മര്യാദയുണ്ടായിരുന്നു. സെറ്റിൽമെന്റ് വ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലെന്നും തിരുവഞ്ചൂർ പറയുന്നു. അവരോടുള്ള കാര്യം പറയാം. ഒരു കാര്യം പറയാം, എനിക്ക് ഈ ഒളിച്ചുകളി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണികളൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിജവും നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. നമ്മുടെ ഒരു പഴയ നിഷ്ഠയാണ്. അതില്ലാന്ന് ബോധ്യമാണെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വരുന്നത്? നമ്മൾ ഭക്ഷണം നടക്കുന്നത് അന്ന് സാറും പ്രവർത്തക സമിതി ഉണ്ടായിരുന്നല്ലേ? അല്ലേ, ഈ സമിതിയിലുണ്ടായിരുന്ന ആണല്ലോ. സമിതിക്കകത്തൊക്കെ വേറെ ആരും ഈ ഫോൺ വിളിച്ചാലും എടുക്കില്ല. നമ്മളെന്തോ തെറ്റി നമ്മൾ നടത്ത പേഴ്സണൽ ട്രാൻസാക്ഷൻസ് അല്ലേ, ദേ ഷുഡ് ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ. അത് പറ്റില്ല എന്ന് പറയുന്നതോട് ഞാൻ യോജിക്കുന്നുമില്ല. എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇവരെ വിളിച്ച ശാന്തമായിട്ടുള്ള പ്രശ്നം തീർക്കണ്ടായിരുന്നു. ഇതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ തുടങ്ങി, അവിടെ തന്നെ പോയി തുകയുടെ ഇതിനെ പറഞ്ഞ് അവിടുന്ന് പോയി ശാന്തമായി ഞാൻ തുക എത്രയാണെന്ന് തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആ തീരുമാനിച്ചതൊക്കെ അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ല. ഞാൻ ഈ തരികിട പണിക്കൊന്നും ഞാൻ പോകില്ല. ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയം ഇതുമാതിരി നാട്ടുകാരുടെ കണ്ണീര് കാണുന്ന രാഷ്ട്രീയം. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ആണ് ഞങ്ങൾ അവിടെ പോയത്, അവരെ കണ്ടത്, അവരുടെ എല്ലാ പരാതികളും കേട്ടു. ഞങ്ങളുടെ ഒരു നിഗമനം അതനുസരിച്ച് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആ കുടുംബത്തോട് നീതി കാണിക്കണം എന്നുള്ള സ്പിരിറ്റായിരുന്നു ആ കമ്മിറ്റിക്ക് മൊത്തം ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോയി അവരുടെ വീട്ടിൽ ചെന്നു, അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി. ഞങ്ങൾ അവരോട് സംസാരിച്ച് അവരവരുടേതായ നിഗമനങ്ങൾ അപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുമുണ്ട്. ശ്രീമതി ദീപാദാസമുഷി അങ്ങനെ തുടങ്ങി ഈ റിപ്പോർട്ട് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ച മുഴുവൻ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത തീർക്കാമെന്ന കരാറുണ്ടായിരുന്നുവെന്നും കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടമായെന്നും NM വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണം. എനിക്ക് ഈ ഒരു പാർട്ടിയിൽ വിശ്വാസമല്ല. കാരണം ഇനി വിശ്വസിക്കാൻ പറ്റില്ല. അതിലൊരാളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ഒരു കോംപ്രമൈസ് സ്റ്റോക്കും ഒന്നുമില്ല. എഗ്രിമെന്റിൽ പറഞ്ഞ കാര്യമാണ് വീടിന്റെ പട്ടയം എടുത്തു തരും, പിന്നെ ഈ 20 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു 5 ലക്ഷം രൂപയും കൂടെ ഇനി ക്യാഷ് ആയിട്ട് തരും എന്നുള്ളത്. അത്രേ തരാൻ പറ്റുള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 20 ലക്ഷം രൂപ ബിസിനസ്സിന് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നിട്ടില്ല. ഞാൻ ബിസിനസ് തുടങ്ങിയത് PMBGP ലോൺ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത് ആർക്കും എവിടെ വേണമെങ്കിലും അന്വേഷിക്കാവുന്ന കാര്യമാണ്. സണ്ണി ജോസഫ് അല്ലേ പറഞ്ഞത് അങ്ങനെ ഒരു കരാറേ ഉണ്ടാക്കിയിട്ടില്ലാന്ന്. അപ്പൊ സിദ്ദീഖ് പറയുന്നുണ്ടല്ലോ കരാർ ഉണ്ടാക്കി. ആദ്യം അവര് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തട്ടെ. അഗ്രിമെന്റ് പ്രകാരം പറഞ്ഞേക്കുന്നത് ഒന്ന് ഈ വീട് വെക്കുന്ന സ്ഥലം, പിന്നെ ഒരു ഹൈല്യ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഇതിൽ ലോൺ ഉണ്ടായിരുന്നു, അത് തീർത്ത് തരും, പിന്നെ ഒരു 25 ലക്ഷം രൂപയും തരാമെന്നാണ് പറഞ്ഞിരുന്നത്. സംഭവം കടം അതുകൊണ്ടൊന്നും തീരില്ല. 20 തന്നു, അതും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തന്നത്. കരാർ വെച്ചത് കൽപ്പറ്റയുള്ള വക്കീലും മുഖേനയാണ്. അപ്പം കരാറിൻ്റെ കോപ്പിയും തന്നിട്ടുണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടായപ്പം ഞങ്ങൾ ഒരു ദിവസം വക്കീലിൻ്റെ അടുത്ത് ചെന്നു. ചോദിച്ചപ്പോഴാണ് വക്കീൽ പറഞ്ഞത് കരാർ MLA വന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഈ KPCC പ്രസിഡന്റ് പറയുന്നു ഇങ്ങനെ ഒരു കരാർ നിലനിൽക്കുന്നില്ല. അതെനിക്കറിയില്ല. അപ്പം അവർക്കൊക്കെ എന്തും പറയാലോ, നമുക്കാണല്ലോ ഇപ്പം പറയുന്നതിൽ വ്യത്യാസമുള്ളത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും ചേരുന്നത്. സുർജിത്ത്, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, അതിന്റെ പിന്നിൽ ആരാണെന്ന സൂചനകളുണ്ട്. ഒപ്പം തന്നെ കുടുംബം പറയുന്നതും അതുതന്നെയാണ്. അവർ പണം കൈപ്പറ്റിയിട്ടില്ല, അവരോട് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടില്ല. നേതാക്കളുടെ ഇടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്, അവർ പറയുന്നത് പല കാര്യങ്ങളാണ്, അക്കാര്യത്തിൽ അവർ യോജിക്കട്ടെ എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്താണ്?
NM വിജയന്റെ കുടുംബത്തെ നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരം, അതായത് കരാർ ഉണ്ടായിരുന്നു, ആ കരാർ പാലിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇങ്ങനെ NM വിജയന്റെ മരുമകൾക്ക് ആത്മഹത്യാ ശ്രമം പോലും നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയതെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഫോൺ സംഭാഷണമല്ല, ഈ കരാറിൽ നിന്ന് പിന്മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയ ഘട്ടത്തിലാണ് ഈ മരണം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയ ഉപസമിതിയുടെ അധ്യക്ഷനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിൽ പോയി വിജേഷും പത്മജയും, NM വിജയന്റെ മകൻ വിജേഷും ഭാര്യ പത്മജയും പോയി കാണുന്നത്. അങ്ങനെ പോയി കണ്ട ഘട്ടത്തിലുള്ള ആ സമയത്ത് ഇവർ റെക്കോർഡ് ചെയ്ത സംഭാഷണമാണിത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പറയുന്നുണ്ട്, കരാർ എന്നത് പാലിക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് ഈ ഉപസമിതിയുടെ പൊതു നിലപാട് എന്ന് പറയുന്നത് ഈ കുടുംബത്തിനൊപ്പം നിൽക്കണം. അതായത് DCC ട്രഷററായിരിക്കെ അങ്ങനെ വന്ന ബാധ്യത, ആ ബാധ്യതയ്ക്ക് ഉത്തരവാദിത്വം സ്വാഭാവികമായും പാർട്ടിക്കുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാകണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഈ ഉപസമിതി ഇവർക്ക് കൃത്യമായ രീതിയിൽ തന്നെ സഹായം നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അത് അടിവരയിട്ട് പറയുന്ന തരത്തിൽ തന്നെയുള്ള പ്രയോഗങ്ങളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സംഭാഷണത്തിൽ നടത്തുന്നത്. ഇതിൽ നേതാക്കൾ എടുക്കുന്ന നിലപാടുകളോട് ഒരു യോജിപ്പും നിലവിലില്ല എന്നുള്ളത് തിരുവഞ്ചൂർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സിദ്ദിഖിനെതിരെയും പറയുന്നുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നുൾപ്പെടെയുള്ള ഒരു ആക്ഷേപം അതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. എന്തിനാണ് പിന്നെ ഈ കാര്യം മാത്രം നടത്താൻ ശ്രമിച്ചതെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഈ പരാതി കൊടുത്താൽ, ഒരാൾ പരാതി കൊടുത്താൽ കേൾക്കാൻ തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് മറ്റൊന്ന് തിരുവഞ്ചൂർ തന്നെ അതിനകത്ത് ആ സംഭാഷണത്തിനകത്ത് പറയുന്നത്. അതായത് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. ഈ ആക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു മറുപടിക്ക് വേണ്ടി വരുന്നത്. ഈ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കേണ്ടതായിരുന്നു. ഈ നേതാക്കൾ ചെയ്യുന്ന കാര്യങ്ങളോട് തനിക്ക് യോജിപ്പില്ല എന്ന് തിരുവഞ്ചൂർ പറയുന്നുണ്ട്. ഇവരെല്ലാം കൂടി ഇത് കുഴിയിൽ കൊണ്ട് ചാടിക്കും എന്നുൾപ്പെടെയുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഈ സെറ്റിൽമെന്റ് പാലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, അല്ലാതെ ചതിക്കാൻ വേണ്ടിയല്ല എന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു കരാറില്ലായിരുന്നു എന്ന് സണ്ണി ജോസഫ് പറയുമ്പോൾ അതേ സമിതിയിൽ അംഗമായിരുന്നു എന്ന് സണ്ണി ജോസഫ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ കരാറില്ല, KPCക്ക് കൊടുക്കാൻ പണമില്ല എന്നുള്ളതാണ് വാദം. പക്ഷേ പൊതുവെ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഈ ഉപസമിതി സ്വാഭാവികമായി അന്ന് വയനാടിന്റെ ചുമതലയുണ്ടായിരുന്ന ആളാണ് നിലവിലെ KPC പ്രസിഡന്റ്. ആ ഒരു ഉത്തരവാദിത്വം ഇവർക്കുണ്ടായിരുന്നു. ആ പണം കൈമാറേണ്ടതായിരുന്നു. നേരത്തെ കരാർ പ്രകാരം പ്രഖ്യാപിച്ച ആ ഒരു തുകയുണ്ട്, ആ തുക നൽകേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങും എത്താത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി കോൺഗ്രസ് ഇതിനോട് സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്താണ് എന്നുള്ളതാണ് എവരും ഉറ്റുനോക്കുന്ന കാര്യം. ക്രിസ്റ്റീന. ശരി, വയനാട്ടിൽ നിന്ന് സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.